ബൈബിൾ ക്വിസ് റൂത്ത് ആൻഡ് എസ്തർ ജനറൽ ക്വസ്റ്റ്യൻസ് മർത്തമറിയം സമാജം സെൻട്രൽ എക്സാം 2025. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു പെരുന്നാളിൻ്റെ പശ്ചാത്തലം പറയുന്ന ബൈബിൾ ഗ്രന്ഥം ഏത്? എസ്തർ. ക്വസ്റ്റ്യൻ നമ്പർ 2. സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ബൈബിൾ പുസ്തകങ്ങൾ ഏവ? രൂത്ത്, എസ്തർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദൈവം എന്ന പദം ഇല്ലാത്ത ബൈബിൾ പുസ്തകങ്ങൾ ഏവ? എസ്തർ ആൻഡ് ഉത്തമഗീത. ക്വസ്റ്റ്യൻ നമ്പർ 4. ജാതീയ രാജാക്കന്മാരുടെ പേരോടുകൂടി ആരംഭിക്കുന്ന പുസ്തകങ്ങൾ ഏവ? എസ്തർ, ഹഗായി, സെഖര്യ. ക്വസ്റ്റ്യൻ നമ്പർ 5. സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും വലിയ വാക്യം ഏത്? എസ്തർ 8-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇസ്രായേൽ ഗ്രഹത്തിന്റെ അമ്മമാരായി അവതരിപ്പിക്കപ്പെട്ടവർ ആരല്ല? ലേയ, റാഹേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്വയമായി തനിക്ക് പേരിട്ട ഒരു സ്ത്രീ കഥാപാത്രം ബൈബിളിലുണ്ട്. അത് ആര്? നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു ലോക സാമ്രാജ്യത്തിന്റെ പ്രഥമ വനിതയാകാൻ ഭാഗ്യമുണ്ടായ ഒരു യഹൂദ സ്ത്രീ ബൈബിളിലുണ്ട്. അത് ആര്? എസ്തർ. ക്വസ്റ്റ്യൻ നമ്പർ 9. വേദപുസ്തകത്തിലെ ഒരു പുസ്തകം ആരംഭിക്കുന്നത് മുൻ പുസ്തകത്തിന്റെ പേരോടെയാണ്. പുസ്തകം ഏത്? രൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 10. തൂക്കുമരണം അനുഭവിച്ച അപ്പനും മക്കളും ആരെല്ലാം? ഹാമാനും മക്കളും. 11. ക്വസ്റ്റ്യൻ നമ്പർ 11. വധശിക്ഷയ്ക്ക് വേണ്ടി ഒരാളുടെ മുഖം മൂടിയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ? ഹാമാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്നേഹിതന്മാർ പറഞ്ഞുകൊടുത്ത ആലോചന കെണിയായി തീർന്നത് ആർക്ക്? ഹാമാന്. ക്വസ്റ്റ്യൻ നമ്പർ 13. ശത്രുവിനെ വിരുന്നിന് ക്ഷണിച്ച സ്ത്രീ കഥാപാത്രം ആര്? എസ്തർ. ക്വസ്റ്റ്യൻ നമ്പർ 14. വീട്ടിൽ പുരുഷനാണ് നാഥൻ എന്ന് നിയമം ഉണ്ടാക്കണം എന്ന ആശയം ഒരു രാജാവിനോട് പറഞ്ഞ ബൈബിൾ വ്യക്തി ആര്? മെമൂഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. വേദപുസ്തകത്തിലെ വിഖ്യാതനായ യവ കൃഷിക്കാരൻ ആര്? ബോവസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വേദപുസ്തകത്തിലെ പ്രസിദ്ധനായ വയൽ ഉടമ ആര്? ബോവസ്.
Question number 17. സത്യവേദ പുസ്തകത്തിൽ ഒരു സ്ത്രീയുടെ പേരുള്ള ആദ്യ പുസ്തകം ഏത്? രൂത്ത്. Question number 18. എത്ര സ്ത്രീകളെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്? അവർ ആരെല്ലാം? 1 ലേയ, 2 റാഹേൽ, 3 ഓർപ്പ, 4 രൂത്ത്, 5 നവോമി, 6 താമാർ. ഇങ്ങനെ 6 സ്ത്രീകളെ പറ്റിയാണ് രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. Question number 19. എസ്തേറിന്റെ പുസ്തകത്തിൽ ഇന്ത്യക്ക് പറഞ്ഞിരിക്കുന്ന പേരെന്ത്? ഹിന്ദുദേശം. Question number 20. സത്യവേദ പുസ്തകത്തിൽ എവിടെയെല്ലാമാണ് ഇന്ത്യയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? എസ്തർ 1:1, 8:9. Question number 21. എസ്തേറിന്റെ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? വലിയ അധ്യായം ഏത്? എത്ര വാക്യങ്ങൾ? ഏറ്റവും ചെറിയ അധ്യായം അധ്യായം 10, വാക്യങ്ങൾ 3. ഏറ്റവും വലിയ അധ്യായം അധ്യായം 9, വാക്യങ്ങൾ 32. Question number 22. രൂത്തിന്റെ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? വലിയ അധ്യായം ഏത്? എത്ര വാക്യങ്ങൾ? ഏറ്റവും ചെറിയ അധ്യായം അധ്യായം 3, വാക്യങ്ങൾ 18. ഏറ്റവും വലിയ അധ്യായം അധ്യായം 2, വാക്യങ്ങൾ 23. Question number 23. രൂത്ത് സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? 8ാമത്തെ. Question number 24. എസ്തർ സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? 17ാമത്തെ. Question number 25. ഇന്ത്യ വാണ പേർഷ്യൻ ചക്രവർത്തി ആര്? അഹശ്വേരോഷ്. ഇത് എസ്തേറിന്റെ ചാപ്റ്ററും വേഴ്സസുമാണ്. ചാപ്റ്റർ 1 22 വേഴ്സസ്, ചാപ്റ്റർ 2 23 വേഴ്സസ്, ചാപ്റ്റർ 3 15 വേഴ്സസ്, ചാപ്റ്റർ 4 17 വേഴ്സസ്, ചാപ്റ്റർ 5 14 വേഴ്സസ്, ചാപ്റ്റർ 6 14 വേഴ്സസ്, ചാപ്റ്റർ 7 10 വേഴ്സസ്, ചാപ്റ്റർ 8 17 വേഴ്സസ്, ചാപ്റ്റർ 9 32 വേഴ്സസ്, ചാപ്റ്റർ 10 3 വേഴ്സസ്. അങ്ങനെ ടോട്ടൽ എസ്തേറിന്റെ പുസ്തകത്തിൽ 10 അധ്യായങ്ങളും 167 വാക്യങ്ങളുമാണ് ഉള്ളത്. ഇത് രൂത്തിന്റെ പുസ്തകത്തിലെ അധ്യായങ്ങളും വാക്യങ്ങളുമാണ്. രൂത്ത് ചാപ്റ്റർ 1 22 വേഴ്സസ്, ചാപ്റ്റർ 2 23 വേഴ്സസ്, ചാപ്റ്റർ 3 18 വേഴ്സസ്, ചാപ്റ്റർ 4 22 വേഴ്സസ്. ടോട്ടൽ 4 അധ്യായങ്ങളും 85 വാക്യങ്ങളും. Thank you for watching this video.